പശ്ചിമേഷ്യയിലെ സംഘർഷം, യുദ്ധം അനന്തമായി നീണ്ടുപോകുമ്പോൾ ഒരു സീസ് ഫയറിനുള്ള സാധ്യത, യുദ്ധം ഏതെങ്കിലും വിധത്തിൽ അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോക രാഷ്ട്രങ്ങൾ നിഷ്ക്രിയമായി നിസ്സംഗമായി നിൽക്കുമ്പോൾ ഒരു ഇടപെടലും സാധ്യമല്ലാത്ത വിധം അമേരിക്കയും ഇസ്രായേലും യുദ്ധക്കൊതിയുമായി മുന്നോട്ടു പോകുമ്പോൾ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുകയാണ്. ഏറ്റവും ശുഭോദർക്കമായ കാര്യമാണ്. ഒരു പീസ് മേക്കിങ്ങിന് അല്ലെങ്കിൽ സമാധാനപരമായ ഒരു സന്ധിയിലേക്ക് പര്യവസാനിപ്പിക്കാൻ, യുദ്ധം അവസാനിപ്പിക്കാൻ ആരൊക്കെ മുൻകൈയെടുക്കുന്നുവോ അവരാണ് പീസ് മേക്കേഴ്സ്, അവരാണ് സമാധാനമുണ്ടാക്കുന്നവർ. അത്തരം സമാധാനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അത് ശ്ലാഘനീയമാണ്. കാരണം യുദ്ധം ആത്യന്തികമായി എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നതാണ്, ലോകത്തിൻ്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ലിയോ മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്ന് സമാധാനത്തിനുള്ള ആഹ്വാനം വന്നിരിക്കുന്നു, ശ്ലാഘനീയമാണ്. ഇപ്പോൾ പുതിയ ഒരു നയതന്ത്ര നീക്കവുമായി തുർക്കി രംഗത്ത് വന്നിരിക്കുന്നു, അതും ശ്ലാഘനീയമാണ്. അമേരിക്കൻ ഇസ്രായേൽ സഖ്യം നയിക്കുന്ന യുദ്ധം ലോകത്തെ ആകെ ബാധിക്കാതിരിക്കാൻ അടിയന്തിരമായ ഇടപെടലാണ് തുർക്കി വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്നത്. തുർക്കി ഫോറിൻ മിനിസ്റ്റർ ഹക്കൻ ഫിദാൻ ലോക രാഷ്ട്രങ്ങളുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഇറാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും അമേരിക്കയിലെ നയതന്ത്ര പ്രതിനിധികളുമായും യൂറോപ്യൻ യൂണിയനിലെ പ്രതിനിധികളുമായും തുർക്കി വിദേശകാര്യമന്ത്രി അടിയന്തിരമായ ചില ചർച്ചകൾ നടത്തുകയുണ്ടായി. നിർണായകമായ ഒരു നീക്കമായി ഇതിനെ കാണേണ്ടതുണ്ട്. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അറബ് രാഷ്ട്രങ്ങളുടെ നിലപാടുകൾ, യുദ്ധം അവസാനിപ്പിക്കാൻ അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടുകൾ സ്വീകരിക്കണം, ആ നിലപാടുകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും നടന്നത്. യുദ്ധം ലഘൂകരിക്കാൻ ആവശ്യമായ വിഷയങ്ങളാണ് യൂറോപ്യൻ യൂണിയനുമായി നടത്തിയ ചർച്ചയിൽ വിലയിരുത്തിയത്. യുദ്ധം എങ്ങനെ ലഘൂകരിക്കാം, യുദ്ധത്തിൻ്റെ കാഠിന്യം എങ്ങനെ കുറക്കാം, സംഘർഷത്തിന് ഏതൊക്കെ രീതിയിലുള്ള അയവുകൾ വരുത്താം, ഇത്തരം കാര്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ വിലയിരുത്തപ്പെട്ടത്. അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ പ്രധാനമായും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ, മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളെ നിയന്ത്രിക്കണം, ആ നിയന്ത്രണത്തിന് ആവശ്യമായ ഇടപെടലുകൾ എത്രയും പെട്ടെന്ന് അമേരിക്ക നടത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം വിലയിരുത്തി. ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ മൃഗീയമായ അധിനിവേശ താൽപ്പര്യങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ മേഖലയിൽ നിന്നുള്ള സംഘർഷം ലോകത്താകെ പടരും. ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതിയെ നിയന്ത്രിക്കണം എന്ന ആവശ്യമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ കാര്യമായി അദ്ദേഹം ഊന്നിപ്പറഞ്ഞത്. നിലവിൽ നാറ്റോ അംഗരാജ്യമെന്ന നിലയിലും അതോടൊപ്പം മുസ്ലിം ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള രാജ്യമെന്ന നിലയിലും തുർക്കിയുടെ ഇടപെടൽ വലിയ പ്രാധാന്യമർഹിക്കുന്നതാണ്. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്താൻ ആവശ്യമായ അടിയന്തര ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന വളരെ പോസിറ്റീവായ നിർദ്ദേശങ്ങളാണ് തുർക്കി മുന്നോട്ട് വച്ചിട്ടുള്ളത്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. അങ്ങനെ യുദ്ധത്തിന് അറുതിയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം.